പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 95 അതിന്റെ 6-ാമത്തെ വാക്യം. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമായ അനവധി പ്രാവശ്യം നാം വായിച്ച് ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു വചനമാണ്. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്നുള്ളത്. ലോകമെമ്പാടുമുള്ള സകല ജനത്തോടും ദൈവാത്മാവ് നൽകുന്ന ശക്തമായൊരു ദൂതാണിത്. ഹല്ലേലൂയ. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്നുള്ളത്. ചരിത്ര പശ്ചാത്തലമൊക്കെ വായിക്കുമ്പോൾ ദാവീദ് എഴുതുക ആണെന്ന് എബ്രായ ലേഖനത്തിൽ 4:7 ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് ആരാധനയ്ക്കുള്ള ഒരു ആഹ്വാനം, അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ച് ഉള്ളൊരു വിവൽ പ്രബോധനമാണ് ഈ 95 സങ്കീർത്തനം എന്ന് പറയുന്നത്. നാം ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് എനിക്ക് നിങ്ങൾക്കും അത് പ്രയോജനപ്പെടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ദൈവാത്മാവ് ആഗ്രഹിക്കുന്നതും. പ്രൈസ്. വരുവിൻ, ഹല്ലേലൂയ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ, ദൈവസന്നിധിയിൽ വണങ്ങി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടാംഗം, ഹല്ലേലൂയ, സാഷ്ടാംഗം വീണുകിടന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ 8 അവയവങ്ങളും നിലത്ത് മുട്ടിച്ച് നമസ്കരിക്കുന്നതിനെയാണ് സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നത്. നമ്മുടെ 8 അവയവങ്ങളും നിലത്ത് മുട്ടിച്ച് നാം ദൈവത്തിനെ നമസ്കരിക്കുന്നതിന് സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നു. എന്താണ് 8 അവയവങ്ങൾ? അതിനകത്ത് വചനം പറയുമ്പോൾ 2 കൈകൾ, 2 കാലുകൾ, 2 തോളുകൾ, നെഞ്ച്, നെറ്റി എന്നിവയാണ് ഈ 8 അവയവങ്ങളെന്നാണ് സംഗീതക്കാരൻ ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തിയ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ്. ഇങ്ങനെ ദൈവത്തെ, ഹല്ലേലൂയ, വണങ്ങി നമസ്കരിച്ച അനവധി ഭക്തന്മാരെ ദൈവവചനത്തിൽ കാണാൻ കഴിയും. രക്തജയം. നാം ആടുകളും ദൈവം ഇടയനുമാണ്. ദൈവം നമ്മെ മേയിക്കുന്ന എത്ര ഉന്നതമായ പദവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണ്? ആടുകളും. ഇവിടെ കർത്താവ് ഇടയനുമാണ്. ദൈവം നമ്മെ മേയിക്കുന്നു, നടത്തുന്നു പറയുമ്പോൾ അത് ഉന്നത പദവിയാണ്. ലോകം നമ്മെ നടത്തുന്ന പോലെയല്ല നമ്മുടെ കർത്താവ് നമ്മെ നടത്തുന്നു. നമ്മുടെ കർത്താവ് നമ്മെ നടത്തുമ്പോൾ നമുക്ക് പൂർണ്ണമായ സംരക്ഷണമുണ്ട്. പ്രൈസ് ലോർഡ്. ലോകത്തിൽ ആര് നമ്മെ കൈപിടിച്ച് നടത്തിയാൽ നമുക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടത്തില്ല. സ്വന്തം മാതാപിതാക്കൾ പോലും നമുക്ക് പൂർണ്ണ സംരക്ഷണം തരത്തില്ല. എന്നാൽ നമ്മെ നിർമ്മിച്ചവനായിരിക്കുന്ന, നമ്മെ ഉണ്ടാക്കിയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ വലം കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആമി ഒരു ദുഷ്ടമൃഗത്തിനും വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, നമ്മെ കൈപിടിച്ച് നടത്തുവാൻ പൂർണ്ണ സംരക്ഷണം നൽകുവാൻ നമ്മുടെ ദൈവശക്തനാണ്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ 8 കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കാം. അതിൽ 1-ാമത്തെ കാര്യം, നാം മുട്ടുകുത്തുമ്പോഴെല്ലാം നമ്മുടെ മുമ്പിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ആന്തരിക കണ്ണുകൾ കൊണ്ട് കാണണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ കർത്താവിന്റെ മുൾക്കിരീടം അണിഞ്ഞ അവന്റെ തലയെ വേണം നമ്മൾ കാണാൻ. ഹല്ലേലൂയ. എപ്പോഴും അതായിരിക്കണം നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ് അത് കാണാൻ കഴിയുന്നത്. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 23-ാം അധ്യായം, ഹല്ലേലൂയ, 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. 23-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോഴൊക്കെ കർത്താവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച്, ഹല്ലേലൂയ, അവൻ ക്രൂശിൽ മുൾക്കിരീടമായി കിടക്കുമ്പോൾ തന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ കൂട്ടം ജനത്തെ കണ്ടിട്ട് യേശു പറയുന്നത്, പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ
ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതർ, നാം എപ്പോഴെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നോ, ക്രൂശിൽ നമുക്ക് വേണ്ടി മുൾക്കിരീടധാരിയായ കർത്താവെ നമ്മുടെ അകം കണ്ടുകൊണ്ട് കാണണം. ഹല്ലേലൂയ. ആണികളാൽ തറയ്ക്കപ്പെട്ടവന്റെ കൈകാലുകൾ, ഹല്ലേലൂയ, മുൾക്കിരീടധാരിയായി കിടക്കുന്ന കർത്താവ് ശരീരം ഉഴവുചാല് പോലെ നീളത്തിൽ ഉഴവുചാല് പോലെ കീറി രക്തം ധാരധാരയായി ഒഴുകുന്ന അനുഭവങ്ങൾ, അവനെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വലിയ ജനസമൂഹം, ഹല്ലേലൂയ, അത്ര വലിയ അട്ടഹാസത്തിന്റെ നടുവിൽ മാനകുലത്തിന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ട കർത്താവിനെ, ഹല്ലേലൂയ, മാത്രമല്ല അവന്റെ വിടാപ്പുറം കുത്തി തുറന്ന് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചുരിഞ്ഞ കർത്താവിനെ നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകം കണ്ടുകൊണ്ട് കാണണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പറയാൻ കഴിയും, എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവ് ആ മുൾക്കിരീടം അണിഞ്ഞത്, എനിക്ക് വേണ്ടിയാണല്ലോ കൈകാലുകൾ കരിരുമാണിയാൽ തറയപ്പെട്ടത്, എനിക്ക് വേണ്ടിയാണല്ലോ അങ്ങനെ ശരീരം ഉഴവുചാല് പോലെ കീറിയത്, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ വിലാപ്പുറം കുത്തി തുറന്നത്, എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണല്ലോ ആ രക്തം എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ടതെന്ന് നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അത് എല്ലാവരും ഉണ്ടാകണമെന്നില്ല. യഥാർത്ഥ ക്രൈസ്തവൻ, വീണ്ടെടുക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസിക്ക് മാത്രമേ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ അനുഭവത്തെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരു ക്രൈസ്തവനും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അനുഗമിക്കാൻ കഴിയത്തില്ല. അവർ കർമ്മ ആചാരപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ ഇതൊരു ജീവിതത്തെ അനുഭവമാക്കി മാറ്റണം. അപ്പൊ ഇവിടെ ക്രൈസ്തവ സമൂഹം എന്നതിനേക്കാൾ ഉപരി ലോകമെമ്പാടുമുള്ള സകല ജനവും തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ഒരുവനുണ്ട്, അവൻ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് സകല ജനങ്ങളും ഹല്ലേലൂയ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അനുഭവം ഉള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹൃദയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരങ്ങളും ഒന്നും നമ്മൾ പറഞ്ഞ് നമ്മുടെ സമയം വ്യർത്ഥമാക്കി കളയാതെ, ലഭിച്ച ജീവിതം, ലഭിച്ച സമയം വളരെ വിലപ്പെട്ടതാണ്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളിൽ പൗലോസ് പറഞ്ഞതുപോലെ, അത് ഈ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നാം ദൈവത്തിൽ എപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആ ക്രൂശീകരണത്തെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. യേശു വരാൻ സമയമായി. അതുകൊണ്ട് ലോകക്കാരോടൊപ്പം ചേർന്ന് സംസാരിച്ചതിന്റെ സമയം വ്യർത്ഥമാക്കി പാഴാക്കി കളയാതെ, നിനക്ക് ലഭിക്കുന്ന സമയം നീ ക്രിസ്തുവിനെ കുറിച്ച് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവുമായിട്ടൊരു വലിയ ബന്ധം നമുക്കുണ്ടാകണം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നാം മുട്ടുകുത്തുമ്പോഴെല്ലാം ക്രിസ്തുവിന്റെ രക്തത്താൽ കൃപാസനത്തോട് അടുത്ത് ചേരുവാനുള്ള ആ ഭാഗ്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത് മുട്ടുകുത്തുമ്പോഴെല്ലാം കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ആ കൃപാസനത്തോട് അടുത്ത് ചേരുവാനുള്ള ഭാഗ്യം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണുക 22-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. 39 തൊട്ട് വായിക്കാം. പിന്നെ അവൻ പതിവ് പോലെ ഉരുമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം മാറിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അനുഭവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്, ഹല്ലേലൂയ, അതൊരു അനുഗ്രഹത്തിന്റെ അനുഭവമാണ്, അതൊരു സമർപ്പണമാണ്. ഹല്ലേലൂയ. സമർപ്പണമുള്ളവർക്ക് മാത്രമേ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അതെല്ലാവർക്കും കഴിയണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ശക്തമായിട്ടും ദൈവസാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെപ്പോഴെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, അവന്റെ രക്തത്താൽ കൃപാസനത്തോട് അടുത്തു ചേരുവാനുള്ള ഭാഗ്യം നേടിനെ ഓർക്കണം. എപ്പോൾ വേണമെങ്കിലും ദൈവത്തിലേക്ക് വരുവാനുള്ള കൃപ ക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഏത് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ, നിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന, പാപത്തിന് ശുദ്ധീകരണം വരുത്തുന്ന
നിന്നെ ശക്തനായി പണിതെടുക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടാവ് നിന്നെ ഉണ്ടാക്കിയവൻ ഉണ്ടെന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ മുട്ടുകുത്തുമ്പോഴെല്ലാം കൃപാസനത്തിലേക്ക് അടുത്ത് വരണം. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്ന വചനം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ കാണുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, നമ്മുടെ ബലഹീനതയിൽ സഹതാപം തോന്നുന്നവനാണ് നമ്മുടെ കർത്താവ്. പാപം ഒഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിന്റെ 33 തിരുവയസ്സ് ജീവിതം എന്ന് പറഞ്ഞാൽ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. എന്നിട്ട് വചനം പറയുകയാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും, നാം മുട്ടുകുത്തുമ്പോഴൊക്കെ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ ആ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എപ്പോഴെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നോ, നമ്മൾ ആ കൃപാസനത്തോട് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ അനുഭവം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. രക്തജയം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ TV-യൊക്കെ വെച്ചിട്ട് സീരിയലും സിനിമയും റിയാലിറ്റി ഷോ കോമഡിയൊക്കെ വെച്ചിട്ട് അതിന്റെ സമയത്തെ നോക്കിയിരുന്നിട്ട് ആ സമയം നഷ്ടമാക്കി കളയാതെ എത്രയും പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ടിവിയുടെ മുമ്പിൽ പോയിരിക്കണം എന്നുള്ളതാണ് സകല ജനത്തിന്റെ ചിന്താഗതി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഞാൻ TV കാണാത്ത വ്യക്തിയാണ്. എന്റെ വീട്ടിൽ TV-യൊക്കെ ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഓണാക്കി നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. പിന്നെ അല്ലെങ്കിൽ വല്ല പ്രളയങ്ങളോ യുദ്ധങ്ങളോ ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദൂരദർശന്റെ വാർത്തയൊക്കെ ഒന്ന് വെച്ച് കേൾക്കും. അല്ലേ, അതിനകത്തും വലിയ മെലരിയ, വലിയ അഴുക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ വലിയ പരസ്യങ്ങളൊന്നുമില്ല. അങ്ങനെ വല്ലപ്പോഴും, അല്ലാതെ അത് ഒരു മാസത്തിലൊന്നും പോലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ. നമുക്ക് ഈ TV കണ്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു. ഈ TV സിനിമ കണ്ടില്ലെങ്കിലും സീരിയൽ കണ്ടില്ലെങ്കിലും റിയാലിറ്റി ഷോ കോമഡി ഒന്നും കണ്ടില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മളെപ്പോഴും മുട്ടുകുത്തി കർത്താവിന്റെ കൃപാസനത്തോട് ചേർന്ന് ദൈവത്തെ വേണം കാണാൻ. TV അല്ല കാണേണ്ടത്. TV-യിലെ കോമാളി വേഷം കെട്ടുന്ന ആളുകളെ അല്ല നീ കാണേണ്ടത്. അല്ലെങ്കിൽ നീ ദൈവത്തെ കാണണം. ഈ കോമാളി വേഷം കിട്ടുന്നവരെല്ലാം വളരെ ലൈംഗിക ചൊവ്വയുള്ള വാക്കുകളാണ് പറയുന്നത്. അതാണ് അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ കുടുംബത്തിലിരുന്ന് കേട്ട് എന്ത് കൈയടിച്ച സന്തോഷിക്കുന്നത്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ലൈംഗിക ചുവയുള്ള സീരിയലുകൾ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നിട്ട് നിർത്തിയില്ല, മറന്നുപോയി. എന്നെ കണ്ടപ്പോഴത്തേനും ആ മേലവി അങ്ങ് ആ TV നിർത്തുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് കീറി കണ്ടതും ഇങ്ങനത്തെ വാക്കുകളാണ്. പിന്നെയാണ് പെട്ടെന്ന് TV നിർത്തിയില്ല, പിന്നെ ഓടിപ്പോയി. എന്താ ആമയല് പട്ടി കടിക്കാൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്നത് പ്രാണം പറഞ്ഞ പോലെ പെട്ടെന്ന് റിമോട്ട് അവിടെ തപ്പുന്നു ഇവിടെ തപ്പുന്നു, എന്നിട്ട് ഓടി TV. അത് പിള്ളേർ വെച്ചിട്ട് പോയത്. അവസാനം പിള്ളേർക്ക് മതി പഴി. അല്ലേരിയ സ്വതന്ത്രം. അങ്ങനെയല്ലേ നിങ്ങളുടെ വീട്ടിലെ TV നിങ്ങൾ ഉപേക്ഷിക്കണം. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാൽ എന്നെ സംബന്ധിച്ചൊന്നും നിങ്ങൾ പഠിച്ചത് പാടും. അല്ലേരിയ. അത് ഓരോ മനുഷ്യന്റെ പാരമ്പര്യം. ചാത്തിയ ഗുണം തീർത്താൻ മാറത്തില്ലെന്ന് ചൊല്ലുള്ളത് കൊണ്ട് നിങ്ങൾ എത്ര ചീത്ത വിളിച്ചാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. അല്ലേ? അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഒരു വിശ്വാസി, അതുകൊണ്ട് കരുണ ലഭിപ്പാനും TV കണ്ടാൽ ഒരു കരുണയും ലഭിക്കത്തില്ല. തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കർത്താവിന്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരുന്നതാണ് നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ അനുഭവം. അല്ലേലിയ. അപ്പൊ നിങ്ങൾ ഈ കച്ചറയൊക്കെ വിട്ടുമാറണം. സ്തോത്രം. അല്ലേലിയ. ചില ആളുകൾക്ക് പ്രാർത്ഥനയേ ഇല്ല, വീട്ടില് ആരാധനയേ ഇല്ല, ദൈവമായി ബന്ധമില്ല, ബൈബിൾ പോലും വായനയില്ല. ഈ TV-യുടെ മുമ്പിലും മൊബൈലിന്റെ മുമ്പിലും ഇരുന്ന് സമയം വ്യർത്ഥമാക്കി കളയുന്ന ശ്രോതാവി, നിന്റെ നിത്യത നീ നഷ്ടപ്പെടുത്തിയിട്ടാണ്, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടുത്തിയിട്ടാണ് നീ കോമാളി വേഷം കെട്ടുന്നവന്റെ മുമ്പിലിരുന്ന് ആട്ടം കണ്ട് ചിരിക്കുന്നത്. ലേലിയ. രക്തം ചെയ്യും. പ്രൈസറോ. നമ്മൾ മാനസാന്തരപ്പെടണം കേട്ടോ. അല്ല, അപ്പം ഇവിടെ നമ്മൾ സംഗീതത്തിൽ വായിച്ചത്, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്നൊക്കെ സംഗീതക്കാരന്റെ അനുഭവം രേഖപ്പെടുത്തുമ്പോൾ, ഇത് ഈ വേദപുസ്തകം വീട്ടൊരു പൂജാവസ്തുവായിട്ട് വെക്കാനുള്ളതല്ല. അതിനു മുമ്പിൽ തിരിവ് കത്തിച്ച് വെച്ച് പൂജിക്കുവാൻ, മാറാമ്പിൽ പിടിച്ചിരിക്കുവാനുള്ളതല്ല. ഇത് അനുദീനം എടുത്ത് വായിച്ച് പഠിക്കണം.
വായിച്ചു പഠിച്ചാൽ പോരാ, ഹൃദയത്തിനകത്ത് അത് കൊണ്ടു നടക്കണം. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൊണ്ട് എപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും, എഴുതി ബുക്കാക്കി മാറ്റും, ഒക്കെ ചെയ്യും. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഒരു ഒറ്റ വചനം പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാനത് പറയാൻ കാരണം, ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ച സൗകര്യം, ഞാൻ ബൈബിൾ പൂർണ്ണമായിട്ട് എഴുതി പാസ്റ്റർ എന്ന് പറഞ്ഞു. അല്ലേലിയ. പാസ്റ്റർ എന്ന് അവർക്ക് പറയാൻ അറിയത്തില്ല. അവർ വിളിക്കുന്ന പാസ്റ്റർ എന്നൊക്കെ വിളിക്കുക വേറൊരു രീതിയില്ല. അല്ലേലിയ. സ്വതന്ത്രം. കാരണം എല്ലാ അക്ഷരവും കിട്ടത്തില്ല. അല്ലേലിയ. അല്ലേലിയ. ഈ ശുശ്രൂഷ എന്ന് പറയാൻ എല്ലാവർക്കും അറിയത്തില്ല. എല്ലാവരും ശുശ്രൂഷ എന്നാണ് പറയുന്നത്. ശുശ്രൂഷ എന്ന് എല്ലാവർക്കും പറയാൻ അറിയത്തില്ല. ഈ പാസ്റ്റർ എന്ന് വിളിക്കാൻ എല്ലാവർക്കും എല്ലാം അറിയത്തില്ല. ചിലരുടെ നാവ് വഴങ്ങത്തില്ല. സ്തോത്രം എന്ന് പറയാൻ എല്ലാവർക്കും നാവ് വഴങ്ങത്തില്ല. ചിലർ സ്തോത്രം എന്നാ സ്തോത്രം, അല്ലേ? അങ്ങനെയൊക്കെയാണ് ഈ പല ആളുകൾ എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ പലർക്കും ബൈബിൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം ബുക്ക് പോലെ എഴുതി വെച്ചെങ്കിലും ഞാൻ അവരോട് ചോദിച്ചു, ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വാക്യം ഏതാണെന്ന് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തെ ആദ്യത്തെ വാക്യം, അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല, അതൊന്നും ഞങ്ങൾ വായിച്ചില്ല. നിങ്ങൾ എഴുതിയത് അവരെഴുതിയതാ, അല്ലേ? പിന്നെ എന്താണ് എഴുതി കുത്തി പഠിച്ചത്? അങ്ങനെയൊക്കെ പല ആളുകൾ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവി അതേ സമയത്ത് അവരോട് TV-യിലെ ഒരു സീരിയലിന്റെ കാര്യം ചോദിച്ചാൽ ഒരു ചാടി ഉത്തരം പറയും. അല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുവാൻ ആവശ്യമായ ദൈവവചനം ഉണ്ടായിരിക്കണം. സങ്കടപ്പെട്ട് ഹൃദയം തുടങ്ങി വേദനയോടെ ദുഃഖത്തോടെ കണ്ണുനീരിന്റെ നടുവിൽ മഹാവ്യാധികളാൽ സാമ്പത്തിക ഞെരുക്കമനുഭവിച്ച് പീഡയാലൊക്കെ കടന്നു പോകുന്ന, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കാണുമ്പോൾ അവരുടെ സുവിശേഷം പറയാനുള്ള ഒരു ആഗ്രഹം, ഒരു ദാഹം നിനക്കുണ്ടായിരിക്കണം. അത് നിനക്കുണ്ടാകണം. നീ ദൈവത്തിന് മുട്ടുകുത്തി അവരുടെ കൃപാസനത്തോട് അടുത്ത് നീ കൃപ പ്രാപിക്കണം. അപ്പൊ നമ്മൾ കൃപ പ്രാപിക്കണം. അപ്പൊ ഇവിടെ സ്തോത്രം. ഒന്നാമത്തെ കാര്യം മുട്ടുകുത്തുമ്പോഴെല്ലാം നമ്മൾ ആ ക്രൂശിനെ കാണണം, ക്രൂശിൽ കർത്താവിൻ. രണ്ടാമത്തെ മുട്ടുകുത്തുമ്പോഴെല്ലാം ആ കൃപാസനത്തോട് അടുത്തിരണം. ഇനി മൂന്നാമത്തെ കാര്യം, അല്ലെ, നാം മുട്ടുകുത്തുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനാൽ ആ മുഴു സ്വർഗവുമായി നമ്മൾ ബന്ധപ്പെടണം. നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവുമായിട്ട് മുഴു ബന്ധത്താൽ, അല്ലെ, നമ്മൾ ചേർന്ന് അവിടെയുള്ള അനേക ദൈവദൂതന്മാരും കെരൂബുകളും സറാഫുകളും 4 ജീവികളും 24 മൂപ്പന്മാരും കോടിക്കണക്കിന് സാക്ഷികളും അവർക്ക് കർത്താവിന്റെ ചുറ്റും നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം വായിക്കുമ്പോൾ, അല്ലേ, സ്തേഫാനോസിനെ നമുക്ക് കാണാൻ കഴിയും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? പിതാവ് പുത്ര പരിശുദ്ധാത്മാവുമായിട്ട് വലിയൊരു ആത്മീയ ബന്ധം പുതുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി, അല്ലേലൂയ, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 54 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാം. അല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. എന്ന് പറഞ്ഞാൽ സ്തേഫാനോസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ശക്തമായ നിലയിൽ യഹൂദന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അന്നത്തെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ കോപപരവശനായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. ഹല്ലേലൂയ. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. അല്ലേലൂയ. സ്തോത്രം. ഉറ്റുനോക്കി. ഹല്ലേലൂയ. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലെന്നു പേരുള്ള ഒരു ബാലിക്കാരന്റെ കാൽക്കൽ വെച്ചു. ഈ ശൗലാണ് പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ട് പൗലോസായി മാറിയത് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ വെച്ചു. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. കണ്ടോ? സ്തേഫാനോസ് ചെയ്തത് യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കലി കൊണ്ട് കലികിളകി വന്ന, കോപാപരവശരായി വന്ന, ഹല്ലേലൂയ, ആ യഹൂദ ജനം എന്ത് ചെയ്തു? ഹല്ലേലൂയ, അവർ പല്ല് കടിച്ചുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു. അപ്പൊ ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, ഈ സ്തേഫാനോസിന്റെ ഇത് സ്വർഗീയ ദൂതന്മാരും കെരൂബുകളും സാറാഫുകളും യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് കണ്ട ദർശനമുള്ളവൻ എന്ത് ചെയ്തു? സ്തേഫാനോസ് മുട്ടുകുത്തി. അവനോ മുട്ടുകുത്തി. ഹല്ലേലൂയ. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു.
നമ്മുടെ കല്ലേറുകൊണ്ട് മരണത്തെ മുന്നിൽ നിൽക്കുമ്പോൾ, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, ഈ ഭക്തനായിരിക്കുന്ന വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസ് പറയുക, അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുത്. തന്നെ കല്ലെറിഞ്ഞവരുടെ പാപം നിർത്തരുത്, ഹല്ലേലൂയ, നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് അവൻ പ്രാണനെ വിട്ടു. അപ്പൊ സ്തെഫാനോസ് ചെന്ന യേശു കാണിച്ചു കൊടുത്ത ഒരു വലിയ മാതൃകയുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്ന ഗിരിപ്രഭാതത്തിൽ പറഞ്ഞ വചനം. ഹല്ലേലൂയ. സ്തെഫാനോസ് ജീവിതത്തിൽ അത് നിറവേറി എന്നുള്ളതാണ്. പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് വെളിപ്പെടുത്തി. നമ്മളാണെങ്കിൽ സ്തെഫാനോസിന്റെ ഭാഗത്ത് നമ്മളാണെങ്കിൽ നമ്മളെ ഒന്നെറിയുമ്പോൾ നമ്മൾ 4 എറിഞ്ഞേനെ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ വടിയും കോലും ഒക്കെ എടുത്തനെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടുകാരെ സ്വന്തക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കൊട്ടേഷൻ സംഘത്തെ കിട്ടും, കൊട്ടേഷനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രതികാരം ചെയ്തേനെ. ഹല്ലേലൂയ. എന്നാൽ സ്തെഫാനോസ് പ്രതികാരം ചെയ്യാതെ അവന് മുട്ടുകുത്തി, കർത്താവേ, ഹല്ലേലൂയ, അവർക്ക് ഈ പാപം നിർത്തരുതേ, ഹല്ലേലൂയ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പരിശുദ്ധാത്മാവുമായിട്ട് അഭേദ്യമായ പരിശുദ്ധാത്മാവുമായി അടുത്ത ബന്ധം സ്തെഫാനോസിനെ പോലെ പുലർത്തണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ശത്രുവിനോട് നിനക്ക് ശത്രുവിനെ നിനക്ക് സ്നേഹിപ്പാൻ കഴിയത്തുള്ളൂ, അവരോട് ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. ഭാര്യ ഭർത്താവോട് ക്ഷമിക്കണമെങ്കിൽ, ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കണമെങ്കിൽ, ഭവനത്തിൽ പരസ്പരം ക്ഷമയുണ്ടാകണമെങ്കിൽ, സഭയ്ക്കകത്ത് ക്ഷമയുണ്ടാകണമെങ്കിൽ, ഇടയനും വിശ്വാസികളും തമ്മിൽ, ഇടയനും പുരോഹിതനും തമ്മിൽ പരസ്പരം സ്നേഹിക്കണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ ജീവിതത്തിനകത്ത് സാത്താൻ ഉണ്ടാകുമ്പോഴാണ് സഭയ്ക്കകത്ത് പുരോഹിതനെതിരെ കയ്യും വടിയും വാളുമെടുക്കുന്നതും, സഭയിലെ പാസകരെ കയ്യാങ്കളി നടത്തുന്നതും, വിശ്വാസികൾ തമ്മിൽ അടിക്കുന്നതും. എന്തുകൊണ്ടാണ്? സഭയ്ക്കകത്ത് വെള്ളപൂശിയ കല്ലറകളെ പോലെ അനേക ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരുടെ ഉള്ളത്തിൽ സാത്താൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർ കയ്യാങ്കളി സഭയ്ക്കകത്ത് നടത്തുന്നത്. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണെങ്കിൽ സ്തെഫാനോസിനെ പോലെ അവർ പ്രാർത്ഥിച്ചേനെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, സഭയ്ക്കകത്ത് സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അപ്പോസ്തലന്മാരുടെ പട്ടിക അനുസരിച്ച് സഭയ്ക്കകത്ത് സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് തെരഞ്ഞെടുപ്പ്, സഭയ്ക്കകത്ത് മത്സരങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ സഭ ഒരുവിധം വല്ലാത്ത അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം ജനമുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ നിയമസഭയുടെ കാര്യം പറഞ്ഞു വരാം. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ കാണുന്ന നിയമസഭ എന്താ? നിയമസഭ കെരോവാശിയോ നിയമസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുക, നിയമസഭയെ സ്തംഭിപ്പിക്കുക, വാക്പ്രതിവാദി ഇൻക്ലാവ് വിളിച്ച് സിന്താബയൊക്കെ വിളിക്കുന്ന പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് വെള്ള വേഷം ഒളിഞ്ഞ് വെള്ള വസ്ത്രകാരികളായിരിക്കുന്ന ആട്ടുംതോലണിഞ്ഞ ആളുകൾ, ആട്ടുംതോലണിഞ്ഞ ചെന്നായ്ക്കൾ എന്ത് ചെയ്യും? സഭയുടെ നടുത്തളത്തിലിറങ്ങി സഭയുടെ പുരോഹിതനെ വെല്ലുവിളിക്കും, സഭയുടെ ഇടയനെ വെല്ലുവിളിക്കും, വിശ്വാസികൾ തമ്മിൽ കയ്യാങ്കളി നടത്തും. അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ? അവന്റെ ഉള്ളിൽ സാത്താൻ വ്യാപരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ സ്തെഫാനോസിനെ പോലെ, ഹല്ലേലൂയ, പ്രകോപനം നമുക്കെതിരെ കടന്നു വരുമ്പോൾ, കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് മുട്ടുകുത്തി, അവനോ കർത്താവേ, അവൻ ഈ പാപവർക്ക് കണക്കെഴുതി ഉച്ചത്തിൽ നിലവിളിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ സൗമ്യനായിരിക്കും, ആരോട് നമ്മൾ ഇടച്ചിക്ക് പോകത്തില്ല. അപ്പൊ എന്താണ് സ്തോത്രം? ഹല്ലേലൂയ. നമ്മളെപ്പോഴും സ്തെഫാനോസിലെ മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് മുട്ടുകുത്തുമ്പോൾ നമ്മൾ മുട്ടുകുത്താൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം സ്തെഫാനോസിനെ പോലെ. നാലാമത്തെ കാര്യം എന്താ? നാം മുട്ടുകുത്തുമ്പോഴെല്ലാം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായി നമ്മുടെ പ്രിയ കർത്താവ് ആകാംക്ഷയോടെ കടന്നു വരുന്നു. അവൻ പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനുമാണ്. നാലാമതായി നമ്മൾ മുട്ടുകുത്തുമ്പോഴെല്ലാം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വരും. 6 വാക്യം നിങ്ങൾ വായിച്ച കാണാൻ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണാവുന്ന പിതാവിന്റെ നാമം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും, പ്രതിഫലം നൽകുന്ന കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നീ എപ്പോഴൊക്കെ അറയിൽ കിടന്ന് വാതിലടച്ച് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അപ്പോഴെല്ലാം ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം.
പ്രൈസലോ. അല്ലെങ്കിൽ ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന ഈ പള്ളിയിൽ പോയ സമയത്തൊക്കെ ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസത്തിൽ മുട്ടുകുത്തി ഒരുപാട് ഒരു പ്രാർത്ഥന, അവിടെ പള്ളിയിലൊക്കെ മുട്ടുകുത്തി പ്രാർത്ഥന ഒരുപാടുണ്ട്. അതുകൊണ്ട് അവർക്ക് മുട്ടയെ നിൽക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിവിടെ സമയം ചിലപ്പോൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മുട്ടമേൽ നിൽക്കാൻ കഴിയുന്നവർക്ക് മുട്ടമേലും മുഴങ്കാൽമേൽ ഇരിക്കുക, മുഴങ്കാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഈ ശുശ്രൂഷയിൽ നിന്നൊക്കെ പങ്കെടുക്കാമെന്ന് പറയുമ്പോൾ പലർക്കും മുട്ടുകുത്താൻ കഴിയത്തില്ല. അവരവന് മുട്ടുവേദന, ചിരട്ടവേദന, എന്ത് വേണ്ട എന്തെല്ലാം കോലാകൾ. എന്നാൽ അതേ സമയത്ത് ഈ കത്തോലിക്ക പള്ളിക്കാരെ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കണം. കത്തോലിക്ക പള്ളിയിൽ വന്നിട്ടുള്ളവർക്കറിയാം. ഈ കത്തോലിക്ക പള്ളി പോയിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ പോയി നോക്കണം. അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് അവരുടെ വിശ്വാസം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അവരുടെ ഈ സ്തോത്രം അവിടെ പല പരിപാടിക്ക് അവർ വഴിയോരത്തും എല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കാറില്ല. നമുക്കാണ് മുട്ടുവേദനയാണ്, അവർക്കാണ് മുട്ടുവേദന ഇല്ലെന്നാണ് അവർ പറയുന്നത്. എന്താ എൻ്റെ കളി എനിക്കറിയത്തില്ല. നിങ്ങളങ്ങ് ചിന്തിച്ചാൽ ഞാനതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി പ്രാർത്ഥന കർത്താവ് നമ്മുടെ പ്രാർത്ഥന അറിയിക്കണമോ, അതിനെടുത്ത് നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. ദൈവത്തോട് നീ സഹായം ചോദിക്കുന്നവളാണെങ്കിൽ നീ ദൈവമായിട്ടൊരു വലിയ ബന്ധം വലിയ. അപ്പൊ അഞ്ചാമത്തെ കാര്യം നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥന. അഞ്ചാമത്തെ കാര്യം നാം മുട്ടുകുത്തുമ്പോഴെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന അനേകരുടെ നിലവിളി നമ്മുടെ കാതുകളിലേക്ക് വരണം. പ്രൈസലോ. കഴിഞ്ഞ പകലിൽ നീ യാത്ര ചെയ്തു, കഴിഞ്ഞ പകലിൽ നീ ജീവിച്ചു, കഴിഞ്ഞ പകലിൽ നീ അനേകരെ കണ്ടു. കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും വേദനയുടെ നൊമ്പരത്തിന്റെ നടുവിലൂടെ കടക്കടിയിലൂടെ കടന്നുപോകുന്ന മരണം മതിയെന്ന് ഇനി ജീവിക്കേണ്ട രോഗക്കിടക്കയിൽ നാളുകളായി കിടക്കുന്ന ക്യാൻസർ അടക്കമുള്ള വ്യാധിയാൽ കടന്നുപോകുന്ന അനേകരുടെ നിലവിളി നിന്റെ കാതുകളിലേക്ക് വരണം. ആത്മഭാരം ആമി സ്തോത്രം. എന്താ അഞ്ചാമതായി നമ്മൾ മുട്ടുകുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മഭാരം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവന് മാത്രമേ ആത്മഭാരമുള്ളൂ. അവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ കാലഘട്ടം പറഞ്ഞാൽ കോഴി കുഞ്ഞുങ്ങൾക്ക് ചകഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെ പലരുടെയും ജീവിതം എന്ന് പറയുന്നത് ഈ തള്ളക്കോഴി ചകയുന്നുണ്ട്. തള്ളക്കോഴിയെല്ലാം ചകഞ്ഞ് തന്റെ കാലിന്റെ കീഴിലേക്ക് കൂട്ടുക. കാരണം തനിക്കും തന്നെ മക്കൾക്കും മാത്രം വേറെ ആർക്കും കൊടുക്കത്തില്ല. ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസമൊക്കെ അങ്ങനെ, ഇന്നത്തെ പല വിശ്വാസം അങ്ങനെ എല്ലാവരുടെയും ഈ ക്രൈസ്തവ എല്ലാവരുടെയും വിശ്വാസമായി അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി മാത്രം. മറ്റൊരു മനുഷ്യൻ നിന്റെ അടുത്ത വീട്ടിൽ രോഗക്കിടക്കയിൽ കിടക്കുന്നവരുണ്ടെന്ന്, മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നുണ്ട്, സർജറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. സർജറിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഇപ്പം ഹോസ്പിറ്റലുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുടക്കാൻ പണമില്ലാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നുണ്ട്. ക്യാൻസറാൻ മരണത്തെ മല്ലടിക്കുന്നവരുണ്ട്. വൈകല്യമുള്ളവരുടെ ജന്മനാ വൈകല്യമുള്ളവർ, മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ ഭാരപ്പെടുന്നവർ, ആക്സിഡന്റിൽ പെട്ടുകിടക്കുന്നവർ, മാത്രമല്ല പാപത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ നമ്മുടെ ചുറ്റിലുമുള്ളപ്പോൾ നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള ആ ശബ്ദം നിന്റെ കാതുകളിൽ കേൾക്കണം. തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നീ പലരെയും കണ്ടില്ലേ നിന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ആ പ്രാർത്ഥന ശബ്ദം നിന്റെ കാതുകളിൽ കേൾക്കണം. പ്രൈസ്. കഴിഞ്ഞ ദിവസമായിട്ട് എന്നെ പലരും വിളിച്ച് പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനത് പ്രാർത്ഥിക്കാൻ സഹോദരൻ തന്നെ പറഞ്ഞു. ഞാനപ്പോൾ ആ സഹോദരൻ ആ നിമിഷം പ്രാർത്ഥിക്കും. ആ നിമിഷം പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് എപ്പോഴും ആ വ്യക്തി എന്നെ വഹിച്ചുകൊണ്ടിരിക്കും. അല്ലേ? അപ്പോൾ നമ്മൾ മുട്ടുകുത്തുമ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമ്മൾ കണ്ണുനീരോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരുടെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം അയക്കുമെന്നാണ്. ഹല്ലേലൂയ. കാരണം നിനവയിലേക്ക് പോയി സുവിശേഷം പറഞ്ഞ യോന അത് കേൾക്കാതെ തർശീസിലേക്ക് പോയെങ്കിലും യോനയെ എന്ത് ചെയ്തു? തർശീസിലെത്തുന്ന കടൽക്ഷോഭത്തിൽ കപ്പലിനെടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞ ഹല്ലേലൂയ. ഈ യോന 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നിട്ട് 3-ാം നാൾ മത്സ്യം കൊണ്ട് കരയ്ക്ക് ഛർദ്ദിച്ച് വീട് യോന എന്ത് ചെയ്തു? നിലവേ പോയി സുവിശേഷം പറഞ്ഞു. ഹല്ലേലൂയ. യോനയുടെ പുസ്തകം വായിക്കണം കേട്ടോ. അത് മുഖാന്തരം സ്തോത്രം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. 1,20,000 ചെല്ലുവാനും പേര് എന്ത് ചെയ്തു? ഇടം കൈയും വലം കൈ തിരിച്ചറിയാത്ത ഈ 1,20,000 ചെല്ലുവാനും പേര് നിലവിയിൽ മാനസാന്തരപ്പെട്ടു. കാരണം ദൈവം നിന്നെ ഒരു ആത്മഭാരം ഏൽപ്പിച്ചാൽ, ഹല്ലേലൂയ, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ താമസിക്കുന്ന ഗ്രാമത്തിന് വേണ്ടി, നിന്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക്, നീ താമസിക്കുന്ന പഞ്ചായത്ത്, നിന്റെ ജില്ലയിലുള്ള, നിന്റെ സംസ്ഥാനത്തിലുള്ള, നിന്റെ രാജ്യത്തിലുള്ള രാഷ്ട്രങ്ങൾ 7 ഭൂഖണ്ഡങ്ങളിൽ ഉള്ള 800 കോടി ജനത്തെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയണം നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത്. അപ്പം നമ്മൾ ഇതിനൊക്കെ സമയം പോകും. അല്ലാതെ
അല്ലാതെ ഈ ടി വിയിലെ 15 മിനിറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് നീ അല്ല പ്രാർത്ഥിക്കേണ്ടത്. സമയമെടുത്ത് പ്രാർത്ഥിക്കണം. പ്രൈസലോട് അല്ലേലൂയ. ആത്മഭാരം ഉണ്ടായിരിക്കണം. അല്ലേലൂയ. വേദനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എത്രയോ ശുശ്രൂഷകന്മാർ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ നിലനിൽപ്പ് തന്നെ പ്രാർത്ഥന മധ്യത്തിലാണ്. നിന്റെ പണം കൊണ്ടോ, നിന്റെ ആരോഗ്യം കൊണ്ടോ, കഴിവ് കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും അല്ല നീ നിൽക്കുന്നത്. പിന്നെ എന്താണ്? ഒരുപാട് ജനം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മോത്തി ദൈവദാസിദാസന്മാർ, ഇടയന്മാർ നിനക്ക് വേണ്ടി അനുദിനം മധ്യസ്ഥ നീ ആരോടൊക്കെ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ടോ അവരെല്ലാം നിനക്ക് വേണ്ടി ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ നീ ഇന്നും നിലനിൽക്കുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കണം. ഞാൻ ജീവിതത്തിൽ ഒരുപാട് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ആളാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയുമാണ്. പ്രൈസ്. അതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം. ഞാനതുകൊണ്ട് ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വാട്സപ്പിൽ അല്ലെങ്കിൽ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെസ്സഞ്ചർ, അങ്ങനെ വിവിധ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കാരണം നമ്മളെ നേരിട്ട് കാണാൻ കഴിയാത്ത ദൂരത്തിരിക്കുന്നവര് പലരും നമ്മെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. അപ്പൊ അവർക്ക് വേണ്ടി നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവിധ മീഡിയകളുണ്ടല്ലോ, നമുക്ക് അതിൽ കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അത് അവർക്കൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. അവർക്കൊരു ചിന്ത ഉണ്ടാകും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വിഷയത്തിൽ മധ്യസ്ഥ ചെയ്യുവാൻ ഒരാളുണ്ടല്ലോ എന്ന ചിന്താഗതി. അപ്പോൾ നിനക്ക് ആത്മഭാരം ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ ആറാമത്തെ കാര്യം എന്താണ്? ഹല്ലേലൂയ. നമ്മൾ മുട്ടുകുത്തുമ്പോഴെല്ലാം അനേക പ്രാർത്ഥനാ വീരന്മാരുടെ ചരിത്രം നമ്മുടെ ഉൾക്കണ്ണുകളിലേക്ക് വരണം. പ്രൈസ് ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജോർജ് മുള്ളറിനെ കുറിച്ച്, ജോൺ ഹസ്നെ കുറിച്ച്, ഹല്ലേലൂയ, ജോൺ ഹസ്നെ മാതാവിനെ കുറിച്ച്, സ്തോത്രം, ഹല്ലേലൂയ. മാത്രമല്ല സാധു സുന്ദർ സിംഗിനെ കുറിച്ച്, സാധു കൊച്ചു പ്രദേശിയെ കുറിച്ച്, ഹല്ലേലൂയ, മാർട്ടിൻ ലൂതറിനെ കുറിച്ച്, ബില്ലിംഗരെ കുറിച്ച്, അല്ലെ റെയ്നാർഡ് ബോഗയെ കുറിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ഗ്രഹാം സെയിൻസിനെ കുറിച്ച്, ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയുള്ള വിശുദ്ധന്മാരെ നമ്മുടെ ഉൾക്കണ്ണുകൾ കാണണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു പുസ്തകത്തിന്റെ പേര് പറയാം. ഞാൻ മിക്കവാറും വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പുസ്തകം ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പുസ്തകം ഹല്ലേലൂയ ദേവദാസന്മാർ എഴുതി ഇഷ്ടംപോലെ ബുക്ക് സ്റ്റാളിൽ വാങ്ങാൻ കിട്ടും. അതിനകത്ത് നിങ്ങൾ വായിച്ചാൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി വില കൊടുത്ത, കർത്താവിന്റെ രക്തസാക്ഷികളായി തീർന്ന ചിലരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര കഠിന ഹൃദയമുള്ളവന്റെ ഹൃദയം ഉരുകുന്ന, അവന്റെ ഹൃദയം കരയുന്ന, അവന്റെ ഉള്ളിൽ ആത്മഭാരം ഉണ്ടാകുന്ന അത്ര ശക്തമായി ജീവന്റെ വാക്കുകളാൽ നിറയപ്പെട്ടതാണ്. ജീവന്റെ തുടിപ്പ് അതിനകത്ത് കാണാം, പുസ്തകത്തിനകത്ത്. ഞാൻ പലപ്പോഴും അതിനകത്തു നിന്നൊക്കെ പല്ലിയെടുത്ത് ശുശ്രൂഷയിൽ ഉപയോഗിക്കാറുണ്ട്. എന്താ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുമ്പേ കടന്നുപോയ രക്തസാക്ഷികളെ കുറിച്ച് നമ്മുടെ ഉൾക്കണ്ണുകൾ കാണുവാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥന വീരന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയണം. ഹല്ലേലൂയ. മാത്രമല്ല സ്തോത്രം, മുട്ടിമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, മുട്ടിമേൽ നിന്ന് അതിരാവിലെ തന്റെ അന്ത്യശ്വാസത്തെ കർത്താവിൽ ഏൽപ്പിച്ചു കൊടുത്ത ഡേവിഡ് ലിവിങ്സ്റ്റൺ ഹല്ലേലൂയ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ആള് അതിരാവിലെ എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥന അന്ത്യശ്വാസം പോകുന്നവരെയും അദ്ദേഹം പ്രാർത്ഥനയിൽ മുട്ടുകുത്തി, കർത്താവേ ഇവരുടെ മേൽ ഈ ഭാരം ചുമത്തരുതേ എന്ന് ഉറക്കം നിലവിളിച്ച് രക്തസാക്ഷിയായി തീർന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്തേഫാനോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച്, സ്തേഫാനോസിന്റെ മരണത്തെക്കുറിച്ച് ഡേവിഡ് ലിവിങ്സ്റ്റൺ ശരിയായിട്ട് പഠിച്ചിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ലിവിങ്സ്റ്റൺ എന്ത് ചെയ്തു? തന്റെ മരണനാളുകളിൽ അദ്ദേഹം പൊട്ടുകുത്തി പറഞ്ഞു, കർത്താവേ ഈ അകൃത്യം ഹല്ലേലൂയ, ഈ അകൃത്യം ഹല്ലേലൂയ ഇവരുടെ ചുമത്തരുതേ എന്ന് പറഞ്ഞ് അദ്ദേഹം ജീവനെ എത്തിച്ചു കൊടുത്തു. അതേപറ്റി നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരെ കുറിച്ചുള്ള ഒരു നല്ല അറിവ് നമുക്കുണ്ടായിരിക്കണം. പ്രാർത്ഥന വീരന്മാരെ കുറിച്ച് ഇന്നത്തെ തലമുറയോടും മാതാപിതാക്കളോടും നമുക്ക് മുമ്പേ മരിച്ചുപോയ രക്തസാക്ഷികളെ പ്രാർത്ഥന വീരന്മാരെ കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞാൽ ഒരൊറ്റ രീതിയെ കുറിച്ച് പറയാൻ അറിയത്തില്ല. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് താഴെ കമന്റ് ഇട്ടോ കേട്ടോ, ചീത്ത പറയാൻ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പേ കടന്നുപോയ പ്രാർത്ഥന വീരന്മാരെ കുറിച്ച് നമുക്ക് വേണ്ടി ഈ ഭൂമി മധ്യസ്ഥ ആത്മഭാരത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അഭയാത്ര കഴിച്ച ഭക്തന്മാരുടെ ആരെങ്കിലും പേര് നിങ്ങൾ താഴോട്ട് എഴുതിയിടുക. അറിയാവുന്നവരുണ്ട് കേട്ടോ, എല്ലാവർക്കും
അറിയത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞ അറിയാവുന്നവരുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉൾക്കണ്ണുകൾ നമുക്ക് മുമ്പേ കടന്നുപോയ പ്രാർത്ഥന വീരന്മാരെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. അല്ലേറിയ ആമി സ്തോത്രം. അല്ലേ നമ്മുടെ ഉൾക്കണ്ണുകൾ നാമെ വേണം തുറക്കുവാൻ. പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് തുറന്നാൽ പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്നും നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാത്തത്, ഇന്ന് നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കാത്തത്, ഇന്ന് നീ നിന്റെ കുടുംബം സന്തോഷം പ്രാപിക്കാൻ കഴിയാത്തത്, ഈ കഷ്ടതയുടെ തീച്ചുകൊണ്ട് നീ കടന്നു പോകുന്നത്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ ഈ രാവിലെ നിന്ന് പള്ളിയിൽ പോയി, പിന്നെ വൈകിട്ട് നിന്ന് പള്ളിയിൽ പോയി, പിന്നെ പള്ളിയിൽ പോകുന്നത് കൊണ്ട് മാത്രം അവരങ്ങ് ഭക്തനാണ് വെച്ചത്. അങ്ങനെയല്ല, പള്ളിയിൽ പോയത് കൊണ്ട് മാത്രം ഭക്തനാകത്തില്ല. പള്ളി കഴിഞ്ഞു വരുന്ന സമയം, യോഗം കഴിഞ്ഞു വരുന്ന സമയം, സഭ കഴിഞ്ഞു വരുന്ന സമയം നിനക്ക് കിട്ടുമ്പോഴെല്ലാം നീ ദൈവസന്നിധിയിൽ ഇരുന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് ചൂതാട്ടം, ജനിക്ക, വ്യഭിചാര, പരസംഗ, വിഗ്രഹാരാധനയില് സകല ദുഷ്കർമ്മങ്ങളിലും ആഭിചാര, മന്ത്രവാദ, ദുർമന്ത്രവാദ, കൂടോട്ട സുദ്രങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവർ, ഹല്ലേലൂയ. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ, തീവ്രവാദത്തിൽ, ഭീകരവാദത്തിൽ, വർഗീയത്തിൽ അകപ്പെട്ട് ജീവിതം തകർന്ന്, കുടുംബം ഛിന്ന ഭിന്നമായി തകർന്ന്, തലമുറകൾ നശിച്ച് കിടക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ എനിക്കും നിനക്കും ചുറ്റിനുണ്ട്. അവരെ കുറിച്ച് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചെയ്യുന്നൊരു സമർപ്പണമാണ്. കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പ്രിയരെ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്ത് നിന്ന് ഒരുപാട് പണമുണ്ട്, സ്വാധീനമുണ്ട്, പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. പക്ഷേ നിനക്ക് ആത്മഭാരമില്ലെങ്കിൽ നിനക്ക് എന്തെല്ലാം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ഹല്ലേലൂയ. ചിലർ പറയും, ഞാൻ എനിക്കും എന്റെ മക്കൾക്കും ഒക്കെ കരുതിയിട്ടുണ്ട്, എനിക്ക് എന്റെ മക്കൾക്ക് 4 തലമുറക്ക് കരുതിയിട്ടുണ്ടെന്നൊക്കെ ചില വിളക്കുന്ന ചിലരോടൊക്കെ ചോദിക്കട്ടെ. നിനക്ക് ചുറ്റിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ കുറിച്ച് നിനക്ക് ആത്മഭാരമുണ്ടോ? രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്നത്തെ വിവാഹ ചടങ്ങുകൾ കണ്ടില്ലേ? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച്, ഹല്ലേലൂയ. ഇവിടെ കണ്ടില്ലേ? ഹല്ലേലൂയ. 2.5 കോടി എങ്ങാണ്ട് മുടക്കി വിവാഹം നടത്തി. പിന്നെ ഹല്ലേലൂയ ഒരുപാട് സ്വർണ്ണങ്ങൾ കൊടുത്ത്, ആളുകൾ കൊടുത്ത്, പിന്നെയും പോരാ എന്ന് പറഞ്ഞ് ഇന്നത്തെ ആഡംബര കല്യാണങ്ങൾ ചിലതൊക്കെ കണ്ടാൽ നമ്മൾ തന്നെ ഓർക്കും, ഇവരൊക്കെ സ്വർഗത്തിൽ പോകുമോ? അല്ലേ? ഒരിക്കലും പോകത്തില്ല. ഞാനൊക്കെ ചിന്തിച്ചതാ. അതൊക്കെ പണത്തിന്റെ ആർഭാടം, പണത്തിന്റെ അഹങ്കാരം, പണത്തിന്റെ എളിയ ഹുങ്കാരം കാണിക്കുന്ന എന്ന ചിലരെ ആളുകളിലേക്ക് കയറും. ലോലമായ രീതിയിൽ അല്ലെങ്കിൽ വിവാഹം നടത്തിയിട്ട് വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ച പൈസ കൊണ്ട് സാധുക്കൾക്ക് വീട് പണിന്ന് കൊടുക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വഭാവം ഇനി മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പം മറ്റുള്ളവർക്ക്. അപ്പം 7ാമത്തെ കാര്യം, നാം മുട്ടുകുത്തുമ്പോഴെല്ലാം പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാർ എപ്രകാരം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നാം നമുക്ക് വേണ്ടി നിന്നോ അതിനെക്കുറിച്ച് ഓർമ്മ വരണം. ഹല്ലേലൂയ. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസ്, അല്ലേ, പൗലോസ് പ്രാർത്ഥിച്ച് നമുക്ക് കാണാൻ കഴിയും, പത്രോസ് പ്രാർത്ഥിച്ച് കാണാൻ കഴിയും. അവൻ നമ്മുടെ യോപ്പയിൽ പേടമാന നർത്തമുള്ള തബീത എന്ന് പേരുള്ള ഒരു ശിക്ഷ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ട്, നീ താമസിയാൻ ഞങ്ങളുടെ അടുക്കലോളം വരണം എന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവരുടെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട്, തബീത ഞങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങൾ ഉടുപ്പുകൾ കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു. അല്ലേ? പത്രോസ് ചുറ്റും നിന്നു. പത്രോസ് എന്താ ചെയ്തത്? പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു. അല്ലെങ്കിൽ തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവൾ കണ്ണു തുറന്നു. അല്ലെങ്കിൽ പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ കൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് അതാകെ വരേണ്ടത്. വീണ്ടും നമ്മൾ 8ാമത്തെ കാര്യം വായിക്കും. പൗലോസ് പറഞ്ഞതാണ് കാണുന്നത്. 8ാമത്തെ കാര്യം വായിക്കും. പൗലോസ് പറഞ്ഞത് എന്താ? പൗലോസ് പറഞ്ഞത് എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. എഫേസ് ലേഖനം 3-ാം അധ്യായം സോദന 14-15 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഹല്ലേലൂയ. പൗലോസ് എന്ത് ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം പൗലോസിനുണ്ടായിരുന്നു.
ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ കാര്യം, നാം മുട്ടുകുത്തുമ്പോൾ കാൽവരിനാഥനായിരിക്കുന്ന കർത്താവിന്റെ ക്രൂശുമരണത്തെ ഉൾക്കിടതായി കർത്താവിനെ കാണണം. രണ്ടാമതായി മുട്ടുകുത്തുമ്പോൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമാർഗ കൃപാസനത്തോട് ചേർന്ന് ചെല്ലണം. മൂന്നാമതായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു വലിയ ബന്ധ സേവാനുസിനെ പോലെ. നാലാമതായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ആകാംക്ഷയോടെ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നു. കാരണം നമ്മുടെ പ്രാർത്ഥന മുറിയിരിക്കുക മത്തായി 6:6. അഞ്ചാമതായി നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ആത്മഭാരത്തിന്റെ നിലവിളി നിന്റെ കാതുകൾ കേൾക്കണം. ആറാമത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുമ്പേ കടന്നുപോയ പ്രാർത്ഥന വീരന്മാരെ കുറിച്ച് നിനക്കൊരു ചിന്തയുണ്ടായിരിക്കണം. ഏഴാമത്തെ കാര്യം, നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം സ്തോത്രം, പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തബീലേക്ക് ജീവൻ കൊടുത്തതുപോലെ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെ ഭക്തന്മാരെ കുറിച്ച് കാണണം. എട്ടാമത്, പൗലോസിനെ പോലെ അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തന്ന പിതാവിന്റെ സൻ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞ് പൗലോസിനെ പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഒരു ഭക്തന്റെ ജീവിതത്തിൽ 8 ഈ ചിന്താഗതികൾ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക 8 ചിന്താഗതികൾ നിങ്ങൾ വെച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ നമ്മളുടെ വചനം വായിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവരെയും വേദപുസ്തകത്തിൽ യഹൂദന്മാർ സകലത്തിന്റെ പിതാവായ ദൈവം നമ്മുടെയും പിതാവാണ്. ആ വലിയവനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ മുട്ടുകുട്ടി വിനാതീതമായി പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ യഹൂദന്മാർ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ശലോമോനും യസ്രയും ദാനിയേലും ഏലിയാവും സ്തേഫാനോസും പൗലോസും പത്രോസും യേശുക്രിസ്തു എല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിച്ചവരാ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് യേശുണ്ടോ? നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നിനക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? അത് ഈ ലോകത്തിന്റെ കോലാഹലങ്ങൾ കണ്ട് നിന്റെ കുടുംബം നരകതുല്യമാണ്. നിന്റെ കുടുംബം നരകതുല്യമല്ലേ? സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? കണ്ണുനീര് അല്ല നിന്റെ കുടുംബത്തിനകത്ത്. സ്നേഹത്തിന്റെ വാക്കുകൾ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും അല്ലെ അസഭ്യ വാക്കുകളല്ലേ നിന്റെ കുടുംബത്തിനകത്ത്? എന്റെ കുഞ്ഞുകുട്ടികൾ പറയുന്ന കൊച്ചുകുട്ടികൾ നാവിൽ പോലും വരുന്ന വാക്കുകൾ പുഴുത്ത വാക്കുകളല്ലേ? നിന്റെ ഭർത്താവിന്റെ വാക്കുകൾ, നിന്റെ ഭാര്യയുടെ വാക്കുകൾ, നിന്റെ മക്കളുടെ വാക്കുകൾ, നിന്റെ അയൽവാസികളുടെ വാക്കുകൾ. എന്തുകൊണ്ടാണ്? നിനക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അനുഭവം, പ്രാർത്ഥന ആത്മാവ് നിനക്ക് ഇല്ലാത്തത് കൊണ്ട്. അല്ലേലിയ, നിന്റെ വായിൽ നിന്നും നാറ്റം വെച്ച വാക്കുകളാണ് വരുന്നത്. അതുകൊണ്ട് ഭക്തന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പോലും ദൈവത്തിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥനയില്ലാത്ത ജീവിക്കുന്ന സകലരോടും പറയട്ടെ, നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുക. നീ ദൈവത്തിന് നിന്നെ സമർപ്പിക്കുമ്പോൾ നിന്റെ എല്ലാ ശാപത്തിന്റെ കെട്ടുകളും അഴിഞ്ഞു മാറും. നിന്റെ എല്ലാ പാപബന്ധനങ്ങളും അഴിയും. നിന്നെ തകർക്കുന്ന, നിന്നെ തകർത്തിക്കളയുന്ന എല്ലാ അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ മാറി നിന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടും. എവിടെ നീ തകർന്നു അവിടെ നിന്നെ ഉയർത്താൻ ദൈവം തുടങ്ങും. നീ മുട്ടുകുത്തി പ്രാർത്ഥന കണ്ണുകളടച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സകല ജനത്തെ അവിടുത്തെ കരങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ ദൈവമുള്ള ബന്ധ സമർപ്പണം നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ ഇംഗിതങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി സകല ജനത്തെ ജാതി മത വർഗവർണ്ണ വ്യത്യാസക്കുള്ളിലോട്ട് കോട്ടായതുവരെ പാർക്കുന്ന ശൈശവത്തിലും ബാല്യം കൗമാരും യൗവനത്തിലും വാർത്തയും ധ്യാനം വൃത്തലും അശന യാച ഓർമ്മ ചോട്ട തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തരന്മാരടക്കം സകല ജനത്തെയും, എല്ലാ ദ്വീപവാസികളെ, എല്ലാ ആദിവാസി ട്രൈബൽ ഗോത്ര വിഭാഗങ്ങളെയും ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നിത്യ നരകത്തിലേക്ക് ജനം കടന്നു പോകാതെ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയാൽ മുട്ടുമടക്കി ദൈവത്തിൽ മുഴകാലം അടക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച വിശുദ്ധന്മാരെ പോലെ ഈ നാളിൽ ജനം മടങ്ങി വന്ന് കർത്താവേ, ആയിരങ്ങൾ പതിനായിരങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു അവർക്ക് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണനായി ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഈ ലോകത്തിന്റെ സുഖലോലുകളിൽ ലോകത്തിന്റെ വെറുപ്പൂത്തിൽ അകപ്പെട്ട് നാശത്തിലേക്ക് പോകാതെ ഈ ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവൻ നയിപ്പാൻ കർത്താവ് യേശുവിന്റെ മധ്യാകാശം വരെ ആസനമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മുഴകാലും മുടക്കി പ്രാർത്ഥിക്കുക ആത്മസമർപ്പണമുള്ള ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണം. എന്റെ കേരളത്തിൽ ഭാരത വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്നവർ, നമ്പരപ്പെടുന്നവർ, വിവിധ പ്രതിസന്ധികൾ കടന്നു പോകുന്നവരെ എല്ലാം ഞാൻ ഓർക്കുന്ന കർത്താവേ, മാരകമായ രോഗത്താൽ കടന്നു പോകുന്നവരുടെ പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ട്. സാമ്പത്തിക ഇരങ്ങൾ കടക്കണിയാൽ ഭാരപ്പെടുന്നു. ഭവനമില്ലാതെ തലമുറയില്ലാതെ വിവാഹം നടക്കാതെ കുടുംബജീവിതം ചിഹ്നഭിന്നമായി തകർന്ന മാരകമായ രോഗത്താൽ വ്യാധിയാൽ കിടക്കയിലായി ജന്മനാ വൈകല്യമുള്ളവർ, വാർദ്ധക്യ സഹജമായ ക്യാൻസർ അടക്കമുള്ള വിവിധ മാരക രോഗങ്ങൾക്ക് വിധേയപ്പെട്ട് കിടക്കുന്ന ഒരു വിടുതലും ആശ്വാസം കൊടുക്കണമേ. സകലത്തിലും ദൈവനീതി വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.